അപ്പോ പ്രാഞ്ചിയുടെ മരണത്തെക്കുറിച്ച് ജോയ്ക്കൊന്നും തെരിയില്ലയാ? നിജമാ? ആ നാട് ചാവുമ്പോ ഞാൻ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലായിരുന്നു. അപ്പോഴാണ് ഒരുമാതിരി കോപ്പിലെ ചോദ്യം. തല്ലല്ലേ മാഡം, ഞാൻ സത്യം പറയാം. പ്രാഞ്ചിക്ക് നന്നങ്കാടിന്ന് കിട്ടിയ നിധിയും അടിച്ചു മാറ്റി അവനെ തട്ടി പുഴയിലിട്ട നീയല്ലേ? അയ്യോ, കർത്താവാണ് ഞാനല്ല. ഞാനന്ന് മൂന്നാറായിരുന്നു. ഇന്നും ഒരു വാട്ടി പോലീസ് മുന്നാടി ഷോ ഇറങ്ങിയ നിർത്തി, ഇന്നത്തോടെ നിർത്തി. ഏം പെർമിഷൻ ഇല്ലാമ இந்த നാട് വിട്ട് എങ്കയും പോകக்கூடாது. പുരിഞ്ചതാ? പുരിഞ്ചത് മാഡം. പോകാം, പോടാ. എന്തായി? എന്ത്? എങ്ങനെയുണ്ട്? എടാ, നീ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തുറന്നു പറഞ്ഞോ, മനസ്സിലായോ? ഞാൻ എന്നാ ചെയ്യാനാ? എടാ, നീ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തുറന്നു പറഞ്ഞേക്ക്. അവരെ പിടിച്ച പിടിപിടിയിലെത്താണ് കേട്ടോ CI, അറിയോ? ഞാൻ എന്നാ കോപ്പിന്ന് പറഞ്ഞത്? സാറൊന്ന് പോ സാറേ. അനുഭവിച്ചറിഞ്ഞോളൂ. ഹലോ, ഇവനോട് കുറച്ച് കുറക്കട്ടാ. ഞാൻ കുറയ്ക്കുന്നുണ്ട്. വയറല്ല, തീറ്റ ഇച്ചിരി കുറക്കാൻ. അത് താനേ കുറഞ്ഞോളൂ. എന്നെ വിളിപ്പിച്ചായിരുന്നോ? എങ്ങനെയുണ്ട്? സി എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ച് വലിയതോ പാർട്ടിയാന്ന്. ഇതൊരു പാവം പിടിച്ച പെണ്ണാന്നേ. ഒരു മെച്യൂരിറ്റി ഇല്ല. പിന്നെ ഞങ്ങൾ കുറച്ചു നേരം രാഷ്ട്രീയമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്ന് സമയം പോകണ്ടായോ? നീ ധൈര്യമായിട്ട് ചെല്ലടാ. നമ്മുടെ ആളാന്ന് പറഞ്ഞാൽ മതി. നീ ചെല്ല്. ശരി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എന്തോ ലോഹം പതിപ്പിച്ച സ്റ്റിക്കോ അതുപോലുള്ള മറ്റെന്തോ കൊണ്ട് പ്രാഞ്ചിയുടെ തലയ്ക്ക് അടിയേറ്റുണ്ടെന്നാണ്. അതിനാ അതൊന്നുകൂടി ക്രോസ് ചെക്ക് ചെയ്യണം. പിഴവൊന്നും ഉണ്ടാവരുത്. അടിയേറ്റിട്ടാണ് ഡെത്ത് സംഭവിച്ചതെന്ന് ഷുവറാണോ? ഡീറ്റെയിൽസ് ഞാൻ സാറിന് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ദിന, മൂവ് ഓൺ. സർ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. യെസ് ജോസ്. മാഡം, ഡോഗ് ബോഡി കണ്ടെടുത്തെന്ന് ഒരു 50 മീറ്ററോളം ഓടി അത് കൺഫ്യൂഷനായി നിന്നു. അതിന്റെ റിപ്പോർട്ടാണ്. മാത്തപ്പൊക്കോളൂ, ഞാൻ മിസ്റ്റർ ജോസ് കിட்ட പേസിട്ടു. മാഡം, എനിക്ക് തോന്നുന്നത് പ്രാഞ്ചി പാലത്തെന്നോ മറ്റോ കാല് തെറ്റി. പ്ലീസ് പ്ലീസ്. യെസ് ജോസ്, കുഞ്ചുമോൻ അല്ലേ? അതെ മാഡം. ടെൻഷൻ വേണം, നമുക്ക് ഫ്രണ്ട്ലി ആയി പേസலாம். இந்த கேஸில் எல்லாருக்கும் டவுட் வந்து புல்பார ஜாய் അയാളല്ലേ. അവൻ സുമ്മാ കഴുതേ. ബട്ട് പ്രാഞ്ചിയുടേത് ക്ലീൻ മർഡറാ. ജോസിക്ക് എന്താ പറയാനുള്ളത്? കമോൺ, ടെൽ മീ. അത് പിന്നെ പ്രാഞ്ചി ഞാൻ നമ്മൾ ചെറിയ വഴക്കുണ്ടായെന്നുള്ളത് നേരാ. അതല്ലാതെ അന്ന് രാത്രി പ്രാഞ്ചിയും ജോസും വീണ്ടും മീറ്റ് ചെയ്തില്ല ഈ പറഞ്ഞ ഇഷ്യൂവിന് ശേഷം? ഇല്ല മാഡം. ഷോ? വേറൊന്നും എനിക്കറിയത്തില്ല. പ്രാഞ്ചി മരിച്ച വിവരം ഫോൺ ചെയ്ത് തന്നെ അറിയിച്ചത്. യാര്? അത് ക്ലബിൽ നിന്ന് സുമേഷ് ഏട്ടൻ. പ്രാഞ്ചിയുടെ ബോഡി കാണാൻ ജോസ് വന്നില്ലായിരുന്നു അല്ലേ? ഏ? അത് പിന്നെ ഞാൻ സ്കൂളിൽ ജോയിൻ ചെയ്തേ ഉള്ളായിരുന്നുള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന്. ജോസ് പൊക്കോളൂ. ശരി മാഡം. CI എന്തെല്ലാം ചോദിച്ചടാ? നീ എന്തൊക്കെ പറഞ്ഞടാ? എനിക്കറിയാവുന്നതൊക്കെ ഞാൻ പറഞ്ഞു. ഓ ജോസ്, ജോസിക്ക് സ്കൂളിൽ എന്നാ സബ്ജക്റ്റ്? ഹിസ്റ്ററി. ഒരു നന്നങ്ങാടുന്നൊരു നിധി കിട്ടിയ അതിന്റെ വാല്യൂ ഒക്കെ ജോസിക്ക് തെരിയുംല്ലേ? മാഡം സുമ്മാ കേട്ടെ. പൊങ്ക. ജോസ് എന്ന് പറയാം.
എന്നായിട്ട് കുഞ്ഞോനെ സി എ എന്നാ ചോദിച്ചു? പ്രത്യേകിച്ചൊന്നുമില്ല, എനിക്കറിയാവുന്ന ഞാനങ്ങ് പറഞ്ഞു. ഞങ്ങളൊക്കെ വിളിപ്പിച്ചു. ടോണിന്ന് കരയായിരുന്നു, അമ്മാതിരി വിരട്ടലായിരുന്നു. എന്നോട് ഇനിയും സ്റ്റേഷനിലോട്ട് വിളിപ്പിക്കുമെന്നാ പറഞ്ഞേക്കുന്നത്. വീട്ടിലൊക്കെ ആകെ സീനായി. എന്റെ ഇനി ക്ലബിലേക്കൊന്നും പോണ്ടെന്നാ പറഞ്ഞേക്കുന്ന. പ്രാഞ്ചി ജീവിച്ചിരുന്നപ്പോഴും സമാധാനം തന്നില്ല, ഇപ്പോഴും അതെ. എടാ നീ വിട്ടോ, നീ തിരിച്ചു പോകുന്നോ? നാളെ. ഓക്കെ, ശരി ശരിയാണോ? അമ്മച്ചേ, 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 ഇവരിതെവിടെ പോയി? അമ്മച്ചേ, ജിൻസി, ഇവരിതെവിടെ പോയി കാണും? ഹലോ, തോട്ടത്തിൽ ട്രാഫിക്കൊക്കെ എങ്ങനെ പോകണം? ആ കുഴപ്പമില്ല. കയറി വാ. എന്നതാ ചോദിച്ചായ? നീ ഇരിക്കേ. നീ ഇരിക്കട കുഞ്ഞോനെ. നിനക്ക് മനസ്സിലായില്ലേ ലൂയിപ്പാപ്പനെ മോളിയാൻ്റെയും കട്ടപ്പനയിലുള്ള? ഇച്ചായ എന്നതാ പ്രശ്നം എന്ന് പറ. നീ ഇരിക്കേ. അമ്മച്ചിയും ജിൻസി മോളും എവിടെ? നീ എന്നതാടാ പന്ന കണ്ട പെരിച്ചാഴിയെ കൂട്ടി നിൽക്കുന്നേ? നീ ഇരിയുടെ കുഞ്ഞോനെ. നീ ഇന്ന് വരുമെന്ന് സാറാമ്മച്ചി പറഞ്ഞായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇവരെയൊക്കെ വിളിച്ചു വരുത്തിയത്. കുട്ടമ്പുഴയിലെ ജീവിതമൊക്കെ എങ്ങനെയുണ്ട്? മോളിയുടെ ഒരു ആങ്ങൾ അവിടെ ഇല്ലേടി? ഇച്ചായ അവളെ വിളിക്കട്ടെ. വിളിച്ചോ. ഇനി പോരെ, ആളെത്തിയിട്ടുണ്ട്. മതി മതി നിന്റെ ആക്ടിങ്. അവന് ചായ വിട്. വാ. ചായ ചായ എടുക്കടാ. കുഞ്ഞാനെ, നിനക്ക് കാര്യം എന്നാന്ന് പിടി കിട്ടിയോ? ആരും ചിരിക്കല്ലേ, എന്റെ ചായനിപ്പോ നാണം കൊണ്ടങ്ങ് ഇല്ലാണ്ടാവും. വെച്ചിട്ട് പോടി എല്ലാരും കൂടെ എന്റെ കുഞ്ഞിനെ കളിയാക്കാതെ. ഞങ്ങളെ നിങ്ങളെ രണ്ടിനെയും പിടിച്ചങ്ങ് കെട്ടിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതങ്ങനെ നടക്കട്ടാ, നമ്മുടെ അപ്പന്മാർ ആഗ്രഹിച്ചതല്ലേ. പിന്നെ നീ എന്നാത്തിനാടാ ഇവളെ അമേരിക്കക്കാരനെ കൊണ്ട് കെട്ടിക്കാൻ നോക്കിയേ? എന്നെ പൊന്നമ്മച്ചി, അതങ്ങ് അങ്ങനെ ഒരു ആലോചന വന്നപ്പോ പിന്നെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതെങ്ങാനും നടന്നിരുന്നെങ്കിൽ നിന്നെ കൊന്നേനെ ഞാൻ. എനിക്ക് എന്റെ കുഞ്ഞോനെ മതി. അല്ലെങ്കിൽ അമേരിക്കക്കാരെന്നൊക്കെ പറഞ്ഞ ഇപ്പോഴത്തെ കാലത്ത് ഒരു ഇതുമില്ല. അതൊക്കെ പണ്ടായിരുന്നു. മനസ്സിന്റെ ചേർച്ചയല്ലേ വലുത്, ഇല്ലേ ചായ? ചിരിക്കണ്ട. എന്നാ പിന്നെ ആഹാരം കഴിച്ചാലോ? കുഞ്ഞോൻ വരുന്ന വഴിയല്ലേ, വിശക്കുണ്ടാവും. അയ്യോ, അത് പറഞ്ഞ എങ്ങനെയാ? ചെറുക്കനും പെണ്ണിനും പിന്നെ
പേഴ്സണലായിട്ട് കുറച്ച് സംസാരിക്കണ്ടായോ? ഇങ്ങ് വാ ജോസേട്ടാ. ഇങ്ങ് വാന്നേ. നീ എങ്ങോട്ടാ വിളിച്ചോണ്ട് പോന്നെ? വാ. കൈ വിട്, കാര്യം പറ. ശ്ശെ. നീ കൈ വിട്. നീ എന്നായി കാണിക്കുന്നേ? എന്റെ പൊന്നു നൻസി, എന്നാ ബോറ് പരിപാടി നീ കാണിച്ചേ? എന്റെ തൊലി അങ്ങ് ഒരിഞ്ഞു പോയി. ആ സാരമില്ല, ആ തൊലി നമുക്കങ്ങ് വെച്ചുപിടിപ്പിച്ചേക്കാം. ഇതൊക്കെ സാർ അങ്ങ് സഹിച്ചാ മതി. കഷ്ടപ്പെട്ട് നേടിയെടുത്ത സ്വാതന്ത്ര്യം ഇതൊക്കെ. നിനക്ക് എന്നെ ഒന്ന് വിളിച്ച് പറയാറുന്നില്ല നാൻസി? ഇപ്പൊ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അത്രയ്ക്ക് പോരായോ? പിന്നല്ലാണ്ട് ഞാനൊന്ന് ചമ്മി നാണം കിട്ടും. എന്നാലേ ആ ഒരു ചമ്മല് മാറ്റാൻ ഞാനൊരു ഊട്ടം തന്നാലോ? എന്നതാ?